നമസ്കാരം. അഭിവന്യ ലോറൻസ് മാർ അപ്രേം തിരുമേനിയുടെ 28ാമത് ഓർമ്മ പെരുന്നാൾ ആചരിക്കുമ്പോൾ ആ പുണ്യതാതന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പ്രണാമം. 1928 മെയ് 15 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ കാക്കത്തോട്ടം എന്ന പുരാതന കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും CSI അംഗങ്ങളായിരുന്നു. മാർ ഇവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പുനരേക്യ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മലങ്കര കത്തോലിക്കാ സഭയുടെ അംഗങ്ങളായി മാറി. പ്രാഥമിക വിദ്യാഭ്യാസം കാഞ്ഞിരംകുളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും 10 വയസ്സു മുതൽ ഉള്ളൂരിലെ ദേവലം മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും 1940 മുതൽ സെന്റ് മേരീസ് സ്കൂളിലും 1944 മുതൽ സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിലും തുടർന്ന് ബാംഗ്ലൂർ സെന്റ് ജോസഫ് മേജർ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും പഠനം നടത്തി വൈദിക പരിശീലനം പൂർത്തിയാക്കി. 1953 മെയ് 14 ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. മെയ് 15 പ്രഥമ ദിവ്യബലി അർപ്പണം നടത്തി. 1952 മുതൽ 1963 വരെ സെന്റ് അലോഷ്യസ് സെമിനാരിയുടെ റക്ടറായും അതേസമയം മിഷൻ പ്രവർത്തനവും നടത്തിവന്നു. തുടർന്ന് റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മിസിയോളജിയിൽ ഡിപ്ലോമയും സോഷ്യോളജിയിൽ ബിരുദവും നേടി. റോമിൽ നിന്നും തിരികെ എത്തിയപ്പോൾ പാളയത്തെ സെന്റ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാസ്റ്ററൽ സ്റ്റഡീസിന്റെ ഡയറക്ടറായി നിയമിതനായി. 1954 മുതൽ പിരപ്പൻകോട് സെന്റ് ജോൺസ് കുഷ്ഠരോഗ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്തു. 1963 അതിന്റെ ഡയറക്ടറാവുകയും ചെയ്തു. 1963 മുതൽ 1977 വരെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ ആരോഗ്യ വകുപ്പിന്റെ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. 1977 മുതൽ 1980 വരെ കന്യാകുമാരി ജില്ലയിലെ കിരാത്തൂർ സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ മേധാവിയായി. അതേസമയം തന്നെ കേന്ദ്ര ലോകാരോഗ്യ സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഹെൽത്ത് ഫോർ 1 മില്യൺ എന്ന ആശയത്തോടെ കുഴുത്തുറ കേന്ദ്രമാക്കി അദ്ദേഹം ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. 12ലധികം ആംബുലൻസുകളും അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഈ പ്രസ്ഥാനത്തിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരവും നേടിയെടുക്കുവാൻ സാധിച്ചു. 1970 പുനരേക്യ സുവർണ ജൂബിലി വേളയിൽ ഫാദർ ലോറൻസ് തോട്ടം ലോറൻസ് മാർ അപ്രേം എന്ന പേരിൽ അഭിവന്ധ്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിൽ നിന്നും മെത്രാപ്പോലിത്തയായി അഭിഷേകം ചെയ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വളരെ വലുതായിരുന്നു. 1983 മുതൽ മാർത്താണ്ഡം കേന്ദ്രമാക്കി തന്റെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ മിഷൻ സെന്ററുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഹൈസ്കൂളുകൾ, UP സ്കൂൾ തുടങ്ങിയവ ആരംഭിച്ചു. അഭിവന്ധ്യ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ കാലശേഷം 1994 ഒക്ടോബർ 10 മുതൽ 1995 ഡിസംബർ 13 വരെ തിരുവനന്തപുരം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചു. 1997 ജനുവരി 23 മാർത്താണ്ഡം രൂപതയുടെ പ്രഥമ മെത്രാനുമായി. 1997 ഫെബ്രുവരി 4 ക്ഷീണം അനുഭവപ്പെടുകയും തുടർന്ന് രോഗബാധിതനാവുകയും ചെയ്തു. 1997 ഏപ്രിൽ 8 സ്വർഗ സമ്മാനം നേടുകയും ചെയ്തു. കേരളത്തിന്റെ ഡാമിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ നല്ല ഇടയൻ, പാവങ്ങളുടെ മെത്രാനച്ചൻ, മാർത്താണ്ഡത്തിന്റെ മാണിക്യം, അഭിവന്യ ഗ്രിഗോറിയോസ് പിതാവിന്റെ വാക്കുകൾ ഇവിടെ പരാമർശിക്കാതെ വയ്യ. അപ്രേം പിതാവിനെ പോലെ തീക്ഷ്ണതയുള്ള 10 മിഷണറിമാർ മലങ്കര സഭയിൽ ഉണ്ടായാൽ
അതിനാൽ തന്നെ സഭ ധന്യമാകും. അതെ, ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെയും മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെയും മാർ അപ്രേം പിതാവിൻ്റെയും കാലം ചെയ്ത എല്ലാ പരിശുദ്ധ പിതാക്കന്മാരുടെയും പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.